നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുതിയ കെപിസിസി നേതൃത്വം ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ കോൺഗ്രസ് അടിമുടി മാറ്റത്തിനൊരുങ്ങുന്നതായി സൂചന. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിലും നേതൃമാറ്റം ഉണ്ടാകാൻ സാധ്യത. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിലും നേതൃമാറ്റം ഉടനെ ഉണ്ടാകുമെന്ന വാർത്ത മാധ്യമ സൃഷ്ടിയെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ്. കോൺഗ്രസ് പുനഃസംഘടനയിൽ ഹൈക്കമാൻഡ് തീരുമാനത്തിനൊപ്പമെന്ന് കെ മുരളീധരൻ. തന്റെ തീരുമാനത്തിന് മേൽ വാശി പിടിക്കുന്നില്ലെന്നും കെ മുരളീധരൻ എം5 ന്യൂസിനോട് പറഞ്ഞു. അതേസമയം നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും മുരളീധരൻ. പൊള്ളാച്ചി കൂട്ടുബലാത്സംഗ അതിക്രമ കേസിൽ കുറ്റക്കാരായ 9 പ്രതികൾക്കും ജീവിതാവസാനം വരെ ജീവപര്യന്തം ശിക്ഷ. 8 പരാതിക്കാർക്കായി 85 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും വിചാരണ കോടതി വിധിച്ചു. ദേശീയ തലത്തിൽ നടത്തിയ മെമ്പർഷിപ്പ് ക്യാമ്പയിനും സംസ്ഥാന കമ്മിറ്റി രൂപവൽക്കരണവും പൂർത്തിയാക്കിയ ശേഷം മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ യോഗം മെയ് 15-ന് ചെന്നൈയിൽ നടക്കും. പാർട്ടി സംഘടനാ ചരിത്രത്തിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ച ദേശീയ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഓൺലൈനായിട്ടാണ് നടന്നത്. വാർത്തകൾ വിശദമായി. പുതിയ കെപിസിസി നേതൃത്വം ചുമതല ഏറ്റെടുത്തതിനു പിന്നാലെ കോൺഗ്രസ് അടിമുടി മാറ്റത്തിനൊരുങ്ങുന്നതായി സൂചന. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിലും നേതൃമാറ്റം ഉണ്ടാകാനാണ് സാധ്യത. സംസ്ഥാനത്തെ 10 DCC അധ്യക്ഷന്മാരെ മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ കെപിസിസി നേതൃത്വം ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ അടിമുടി മാറ്റത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിലും നേതൃമാറ്റം ഉടൻ ഉണ്ടാകുമെന്ന് സൂചന. സംസ്ഥാനത്തെ 10 DCC അധ്യക്ഷന്മാരെ മാറ്റാൻ തീരുമാനമായെന്നും കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം DCC അധ്യക്ഷന്മാർക്കാണ് മാറ്റമില്ലാത്തതെന്നും വാർത്തകൾ വരുന്നു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതുകൊണ്ടാണ് പുനഃസംഘടനയിൽ നിന്ന് 4 DCCകളെ ഒഴിവാക്കിയിരിക്കുന്നത് എന്നും എന്നാൽ ചില ഭാരവാഹികളെയെങ്കിലും മാറ്റാനും സാധ്യതയുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നത് ഇങ്ങനെയാണ്. മൊത്തത്തിൽ അഴിച്ചുപണിയല്ല, ആവശ്യമായ അഴിച്ചുപണിയാണ്. മുൻപുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനമായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ വാർഡ് കമ്മിറ്റികളുടെ രൂപീകരണമാണ്. നേരത്തെ ബൂത്ത് കമ്മിറ്റികളായിരുന്നു. ബത്തേരിയിൽ ചേർന്ന കോൺക്ലേവ് നേതൃത്വ മീറ്റിംഗിൽ വാർഡ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. വാർഡ് കമ്മിറ്റികൾ ഏതാണ്ട് എല്ലാം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മഹാത്മാ കുടുംബ സംഗമങ്ങൾ, വിപുലമായിട്ടുള്ള യോഗങ്ങൾ നടന്നു വരികയാണ്. ഏതാണ്ട് അത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ശാക്തീകരിക്കുക പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റികളും എല്ലാം കുറെ കൂടി മെച്ചപ്പെടുത്തേണ്ടത് മെച്ചപ്പെടുത്തും. ഏറ്റവും സ്വീകാര്യത കിട്ടിയ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരു അതൃപ്തിയും ഉണ്ടായിട്ടില്ല. വളരെ സന്തോഷത്തോടെയാണ് എല്ലാവരും സ്വീകരിച്ചത്. ചില MPമാരോ ചില MLAമാർ, ചില നേതാക്കന്മാർ മുൻകൂട്ടി നിശ്ചയിച്ച പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ DCC വൈസ് പ്രസിഡന്റ് മരണപ്പെട്ടു. അവിടെ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ അല്ലെങ്കിൽ ആന്റണിക്കോ രാഹുൽ മാക്കൂട്ടത്തിൽ അവർക്ക് വരാൻ പറ്റിയില്ല. ഒരുപാട് പേര്, ഡീൻ കുര്യാക്കോസ് ഒരു മീറ്റിംഗിലായിരുന്നു പാലക്കാട്. അദ്ദേഹം ചെയർമാനായിട്ടുള്ള പോസ്റ്റൽ എംപ്ലോയീസിൻ്റെ മീറ്റിംഗ് ആയിരുന്നു. ഞങ്ങളോട് ചോദിച്ചിട്ടാണ്. ശശി തരൂർ തിരുവനന്തപുരത്തായിരുന്നു. എന്നെ വിളിച്ച് എല്ലാ ആശംസ അറിയിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആബ്സൻസ്. ഡൽഹിയിലായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് ഡൽഹിയിലായിരുന്നു. അപ്പം ചില ആബ്സൻസ് ഒന്നും പർപ്പസ്ഫുൾ ആയിരുന്നില്ല. എല്ലാ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും അനുഗ്രഹത്തോടെയാണ് ഞങ്ങൾ ചുമതലയേറ്റത്. പ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണയിലാണ്. ഇല്ല, അദ്ദേഹം ഇന്നലെ എന്നെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ഫോട്ടോയല്ലേ കണ്ടത്. തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന, കസേരയിൽ ഇരുത്തിക്കൊണ്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അതാണ്. ഇല്ലില്ല, കോൺഗ്രസിലെ പല ഘട്ടങ്ങളെ അപേക്ഷിച്ച് എത്രയോ ഐക്യത്തിലാണ്, എത്രയോ സൗഹൃദത്തിലാണ്, എത്രയോ സമന്വയത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പോകുന്നു. അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമായിട്ട് എത്രയോ ടച്ചിങ്ങിലാണ് പോകുന്നത്. ഇതിനോടൊപ്പം ജംബോ കമ്മിറ്റി ഒഴിവാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. യോഗങ്ങൾ പോലും കൃത്യമായി വിളിച്ചു ചേർക്കുന്നില്ലെന്നും മാത്രമല്ല പലരും ചുമതലകൾ അലങ്കാരമായി മാത്രമാണ് കാണുന്നതെന്നും കൃത്യമായി പ്രവർത്തന രംഗത്ത് ഉണ്ടാകുന്നില്ല എന്ന വിമർശനങ്ങളും ഉയർന്നു. അതിനാൽ ഭാരവാഹികളുടെ എണ്ണം പരിമിതപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ നടക്കാനിരിക്കെ ഭാരവാഹികളുടെ എണ്ണം കുറയ്ക്കരുതെന്നും ആവശ്യമുണ്ട്. ഈ സാഹചര്യങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിലപാട് നിർണായകമാക്കും. ന്യൂസ് ഡെസ്ക്, M5 ന്യൂസ്, തിരുവനന്തപുരം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിലും നേതൃമാറ്റം ഉടനുണ്ടാകുമെന്ന വാർത്ത മാധ്യമ സൃഷ്ടിയെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ്. DCC നേതൃമാറ്റം ഗൗരവത്തിൽ എടുത്തിട്ടില്ലെന്നും സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മൊത്തത്തിൽ അഴിച്ചുപണിയല്ല, ആവശ്യമായ അഴിച്ചുപണിയാണ്. മുൻപുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനമായിട്ടും
തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ വാർഡ് കമ്മിറ്റികളുടെ രൂപീകരണമാണ്. നേരത്തെ ബൂത്ത് കമ്മിറ്റികളായിരുന്നു. ബത്തേരിയിൽ ചേർന്ന കോൺക്ലേവ് നേതൃത്വ മീറ്റിംഗിൽ വാർഡ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. വാർഡ് കമ്മിറ്റികൾ ഏതാണ്ട് എല്ലാം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മഹാത്മാ കുടുംബ സംഗമങ്ങൾ, വിപുലമായിട്ടുള്ള യോഗങ്ങൾ നടന്നു വരികയാണ്. ഏതാണ്ട് അത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ശാക്തീകരിക്കുക എന്നാണ് പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റികളും എല്ലാം കുറേ കൂടി മെച്ചപ്പെടുത്തേണ്ടത് മെച്ചപ്പെടുത്തും. ഏറ്റവും സ്വീകാര്യത കിട്ടിയ ഒരു ലിസ്റ്റാണ് ഇപ്പം വന്നിട്ടുള്ളത്. ഒരു അതൃപ്തിയും ഉണ്ടായിട്ടില്ല. വളരെ സന്തോഷത്തോടെയാണ് എല്ലാവരും സ്വീകരിച്ചത്. ചില MP-മാരോ ചില MLA-മാർ, ചില നേതാക്കന്മാർ മുൻകൂട്ടി നിശ്ചയിച്ച പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ DCC വൈസ് പ്രസിഡന്റ് മരണപ്പെട്ടു. അവിടെ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ അല്ലെങ്കിൽ ആൻ്റണിക്കോ രാഹുൽ മാക്കൂട്ടത്തിൽ അവർക്ക് വരാൻ പറ്റിയില്ല. ഒരുപാട് പേര്, ഡീൻ കുര്യാക്കോസ് ഒരു മീറ്റിങ്ങിലായിരുന്നു പാലക്കാട്. അദ്ദേഹം ചെയർമാനായിട്ടുള്ള പോസ്റ്റൽ എംപ്ലോയീസിൻ്റെ മീറ്റിംഗ് ആയിരുന്നു. ഞങ്ങളോട് ചോദിച്ചിട്ടാണ്. ശശി തരൂർ തിരുവനന്തപുരത്തായിരുന്നു. എന്നെ വിളിച്ച് എല്ലാ ആശംസ അറിയിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആബ്സൻസ്. ഡൽഹിയിലായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് ഡൽഹിയിലായിരുന്നു. അപ്പം ചില ആബ്സൻസ് ഒന്നും പർപ്പസ്ഫുൾ ആയിരുന്നില്ല. എല്ലാ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും അനുഗ്രഹത്തോടെയാണ് ഞങ്ങൾ ചുമതലയിൽ. പ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണയിലാണ്. കെ സുധാകരൻ MP ഇന്നത്തെ യോഗത്തിലേക്ക് വരുന്നില്ല. ഇതൊരു അതൃപ്തി കൊണ്ടുള്ള വിട്ടുനിൽക്കലില്ല. ഇല്ല, അദ്ദേഹം ഇന്നലെ എന്നെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ഫോട്ടോ അല്ലേ കണ്ടത്? തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന, കസേരയിൽ ഇരുത്തിക്കൊണ്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അതാണ്. ഇല്ലില്ല, കോൺഗ്രസിലെ പല ഘട്ടങ്ങളെ അപേക്ഷിച്ച് എത്രയോ ഐക്യത്തിലാണ്, എത്രയോ സൗഹൃദത്തിലാണ്, എത്രയോ സമന്വയത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പോകുന്നു. അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമായിട്ട് എത്രയോ ടച്ചിങ്ങിലാണ് പോകുന്നത്. കോൺഗ്രസ് പുനഃസംഘടനയിൽ ഹൈക്കമാൻഡ് തീരുമാനത്തിനൊപ്പമെന്ന് കെ മുരളീധരൻ. തന്റെ തീരുമാനത്തിനുമേൽ വാശി പിടിക്കുന്നില്ലെന്നും കെ മുരളീധരൻ M5 ന്യൂസിനോട് പറഞ്ഞു. അതേസമയം നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഒരു ഇലക്ഷൻ നടക്കുകയോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. ഇലക്ഷൻ എന്ന് പ്രഖ്യാപിക്കുന്നു അന്ന് സ്ഥാനാർത്ഥികൾ രംഗത്ത് വരും. ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ കാശ്മീരിലും ഗുജറാത്തിലൊക്കെ ഇലക്ഷൻ നടത്തണം ഇതിൻ്റെ കൂടെ തന്നെ. പക്ഷേ അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർ നടത്താൻ അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അവിടുത്തെ ഗവൺമെൻറ്റുകളാണ് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കേണ്ടത്. അത് നടത്താതെ ഇത് മാത്രം നടത്തുമെന്ന് അറിയില്ല. ഒന്നാമത് കാലാവധി കഴിയാൻ 11 മാസമേ ഉള്ളൂ. കൃത്യം 11 മാസം കഴിയുമ്പോൾ അടുത്ത ഇലക്ഷനാണ്. ഇതിപ്പോൾ മെയ് മാസമാണ്. അടുത്ത ഏപ്രിൽ എന്തായാലും ഇലക്ഷൻ നടക്കും. അപ്പോൾ ജയിച്ചു വരുന്ന MLAക്ക് ഒരു 10 മാസം പോലും കിട്ടാത്തൊരവസ്ഥയുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് വന്ന് ഇനിയും നീണ്ടുപോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇലക്ഷൻ നടക്കാൻ സാധ്യതയില്ല. ഇലക്ഷൻ നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ നിമിഷം സ്ഥാനാർത്ഥി വരും. പുനഃസംഘടന ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞത് നേതൃമാറ്റം വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. മാറ്റം വേണം എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചു. അപ്പോൾ ഹൈക്കമാൻഡിന് വഴങ്ങുക, അതാണ്. അല്ലാതെ ഞാൻ പറഞ്ഞത് മാത്രമേ നടപ്പാവൂ എന്ന് ഒരു വാശി ആർക്കും പാടില്ല. അത് പ്രസ്ഥാനത്തിന് ഗുണകരമല്ല. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. കൂലി കൂടുതൽ ചോദിക്കുന്നവരെ അടിച്ചമർത്തുകയും അതേസമയം സർക്കാരിന്റെ ദൂർത്തിനായി അമിത തുക ചിലവഴിക്കുകയും ചെയ്യുന്നതെന്നും കെ മുരളീധരൻ തിരുവനന്തപുരത്ത് M5 ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആശാ വർക്കർമാർ സമരം ചെയ്യുമ്പോൾ അവർക്ക് ഓണറേറിയം കൂട്ടുന്നില്ല. അവർക്ക് 1000 രൂപ വീതം കൊടുക്കാൻ തയ്യാറായ UDFൻ്റെ ഭരണസമിതിയുടെ തീരുമാനങ്ങളെ ജില്ലാ വികസന സമിതിയിൽ വെച്ച് അട്ടിമറിക്കപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ കൂലി കൂടുതൽ ചോദിച്ച് സമരം ചെയ്യുന്നവരെ അടിച്ചമർത്തുകയും എന്നാൽ സർക്കാരിൻ്റെ ആഘോഷങ്ങൾക്ക് ദൂർത്തടിക്കുകയും ചെയ്യുന്നതാണ് ഈ സർക്കാർ. അത് ഈ വരും തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ പരസ്യമായി ജനങ്ങൾ ചോദ്യം ചെയ്യും. അതിൻ്റെ തിരിച്ചടി ഈ സർക്കാരിനുണ്ടാവും. പൊള്ളാച്ചി കൂട്ടബലാത്സംഗ അതിക്രമ കേസിൽ കുറ്റക്കാരായ 9 പ്രതികൾക്കും ജീവിതാവസാനം വരെ ജീവപര്യന്തം ശിക്ഷ. 8 പരാതിക്കാർക്കായി 85 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും വിചാരണ കോടതി വിധിച്ചു. പൊള്ളാച്ചി കൂട്ടബലാത്സംഗ അതിക്രമ കേസിൽ കുറ്റക്കാരായ 9 പ്രതികൾക്കും ജീവിതാവസാനം വരെ ജീവപര്യന്തമാണ് ശിക്ഷ. 8 പരാതിക്കാർക്കായി 85 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും വിചാരണ കോടതി വിധിച്ചു. N ശബരിരാജൻ, K തിരുനാവുക്കരശ്, M സതീഷ്, T വസന്തകുമാർ, R മണി, P ബാബു, T ഹിരോണിമസ് പോൾ, K അരുളനാഥം
എം അരുൺകുമാർ എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ. കോയമ്പത്തൂരിലെ പ്രത്യേക വനിതാ CBI കോടതിയുടേതാണ് ശിക്ഷാവിധി. കൂട്ടബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് ജീവിതാവസാനം വരെ ജീവപര്യന്തം ശിക്ഷ പ്രതികൾക്ക് വിധിച്ചിരിക്കുന്നത്. 6 വർഷം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിലാണ് 9 പ്രതികൾക്കും വിചാരണ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2014-2019 കാലയളവിലായിരുന്നു തമിഴ്നാട്ടിൽ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ക്രൂരകൃത്യം അരങ്ങേറിയത്. 2019 ഫെബ്രുവരിയിൽ 19-കാരിയായ കോളേജ് വിദ്യാർത്ഥിനി പരാതി നൽകുമ്പോഴാണ് വിവരം പുറത്തുവരുന്നത്. ലൈംഗിക അതിക്രമണത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമായിരുന്നു പരാതി. സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി ബലാത്സംഗത്തിന് ഇരയാക്കി എന്നാണ് കേസ്. കേസിൽ 12 പരാതിക്കാർ കോടതിയിൽ വിസ്താരത്തിനെത്തി. അന്വേഷണം തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് CBIക്ക് കൈമാറിയ കേസിൽ 2019 മെയ് മാസത്തിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകി. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. CBSE +2 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. +2വിൽ 88.39% വിജയം. 99.60% വിജയവുമായി വിജയവാഡ മേഖലയാണ് ഒന്നാമത്. 99.32% വിജയവുമായി തിരുവനന്തപുരം മേഖല രണ്ടാമതെത്തി. 10ാം ക്ലാസ്സിൽ 93.66% വിജയം. 99.66% വിജയവുമായി മേഖലകളിൽ തിരുവനന്തപുരവും വിജയവാഡയും മുന്നിലെത്തി. ഇത്തവണ ഫലങ്ങൾ DG ലോക്കറിലും ഉമാങ് ആപ്പിലും ലഭ്യമാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ തീയതി മാറ്റാൻ സർക്കാരിന് റിപ്പോർട്ട് നൽകി സംഘാടകരായ നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഓഗസ്റ്റ് 30 സ്ഥിരം തീയതിയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് കമ്മിറ്റി റിപ്പോർട്ട് നൽകിയത്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ തീയതി മാറ്റാൻ സർക്കാരിന് റിപ്പോർട്ട് നൽകി സംഘാടകരായ നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഓഗസ്റ്റ് 30 സ്ഥിരം തീയതിയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് കമ്മിറ്റി റിപ്പോർട്ട് നൽകിയത്. കഴിഞ്ഞ വർഷം ക്ലബ്ബുകൾക്കുണ്ടായ വലിയ നഷ്ടം ഒഴിവാക്കാനാണിത്. കഴിഞ്ഞ വർഷത്തെ വള്ളംകളി നടത്തിപ്പിൽ വിവാദങ്ങളും അനിശ്ചിതത്വവും ഉണ്ടായിരുന്നുവെന്നും കമ്മിറ്റി വ്യക്തമാക്കി. 1954 ആരംഭിച്ച കാലം മുതൽ ഓഗസ്റ്റിലെ 2ാം ശനിയാഴ്ച നടത്തിയിരുന്ന വള്ളംകളിയാണ് പുതിയ തീയതിയിലേക്ക് മാറ്റുന്നത്. പ്രളയം കാരണം 2018-19 വർഷങ്ങളിലും കോവിഡ് കാരണം 2022 ഓഗസ്റ്റ് 2ാം ശനിയാഴ്ച വള്ളംകളി നടന്നിരുന്നില്ല. കഴിഞ്ഞ വർഷം ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ദുഃഖാചരണം മൂലമാണ് തീയതി മാറ്റിയത്. M5 ന്യൂസ്, ആലപ്പുഴ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം മാറ്റിയ സംഭവത്തിൽ അന്വേഷണം ജീവനക്കാരിലേക്ക്. സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന 13 പവൻ സ്വർണമാണ് മണലിൽ കണ്ടെത്തിയത്. ഇതിൽ സംശയിക്കുന്ന 8 ജീവനക്കാരെ ഫോർട്ട് പോലീസ് ഇന്നലെ ചോദ്യം ചെയ്തു. ഇന്ന് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വർണം നിലത്തിട്ട് മണലിൽ കുഴിച്ചു മൂടാനുള്ള കാരണം എന്തെന്ന് വ്യക്തമാക്കിയാൽ പോലീസ് തുടർ നടപടികളിലേക്ക് നീങ്ങും. 2 ദിവസം മുൻപാണ് ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൂശാനായി പുറത്തെടുത്ത സ്വർണ്ണ തകിട് കാണാതായത്. 1ാം ക്ലാസ്സിലെ പ്രവേശനത്തിനായി പരീക്ഷ നടത്താൻ പാടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 1ാം ക്ലാസ്സിലേക്കുള്ള അപേക്ഷ നിഷേധിക്കുന്നത് ഭരണവിരുദ്ധ വികാരവും ബാലാവകാശ നിയമങ്ങൾക്ക് എതിരുമാണെന്ന് മന്ത്രി പറഞ്ഞു. ബഹ്റൈൻ സർക്കാരിന്റെ പരമോന്നത ബഹുമതി ലഭിച്ച വ്യവസായി ഡോക്ടർ B രവിപിള്ളയെ ആദരിക്കുന്ന ചടങ്ങായ രവിപ്രഭയോട് അനുബന്ധിച്ചുള്ള ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പാഠപുസ്തകവും എൻട്രൻസ് പരീക്ഷയുമില്ലാതെ 1ാം ക്ലാസ് പഠനം പരിഷ്കരിക്കുന്നത് ആലോചനയിലെന്നും മന്ത്രി പറഞ്ഞു. പല സ്കൂളുകളിലും 1ാം ക്ലാസ് പ്രവേശനം ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പ്രവേശന പരീക്ഷ നടത്തിയാണ് സ്കൂൾ പ്രവേശനം. ഇത് ബാലപീഡനമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ന്യൂസ് റൗണ്ടപ്പിൽ ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഞങ്ങൾ വളരുന്നത് നിങ്ങളുടെ കൈപിടിച്ചാണ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. 100-ലധികം ഓഫീസുകൾ, സ്ഥിര നിക്ഷേപങ്ങൾ, മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. We rise by lifting others. വാർത്തകൾ തുടരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ 9 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. അബുദാബിയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് ഇന്നലെ രാത്രി പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടവേലിക്കൽ സ്വദേശി റിജിൽ, തലശ്ശേരി സ്വദേശി റോഷൻ R ബാബു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ 9 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 പേരെയാണ് പോലീസ് പിടികൂടിയത്. അബുദാബിയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് ഇന്നലെ രാത്രി പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടവേലിക്കൽ സ്വദേശി റിജിൽ, തലശ്ശേരി സ്വദേശി റോഷൻ R ബാബു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഹൈബ്രിഡ് കഞ്ചാവ് ഏറ്റുവാങ്ങാൻ എത്തിയതായിരുന്നു ഇരുവരും.
കഞ്ചാവ് നടത്തിയ യാത്രക്കാരൻ കടന്നു കളഞ്ഞു. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് അബുദാബിയിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഇത്തിഹാദ് എയർവേസിന്റെ വിമാനത്തിൽ വന്ന യാത്രക്കാരനാണ് ട്രോളി ബാഗിൽ നിറയെ ഹൈബ്രിഡ് കഞ്ചാവുമായി എത്തിയത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ യുവാക്കളെ കണ്ടതോടെ പോലീസ് കാര്യം തിരക്കുകയായിരുന്നു. കറങ്ങാനും ഫോട്ടോ എടുക്കാനും വന്നതെന്നായിരുന്നു മറുപടി. തുടർന്ന് ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ലഹരിക്കടത്തിന്റെ വിവരം അറിയുന്നത്. ബാങ്കോക്കിൽ നിന്നും അബുദാബി വഴി കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന യാത്രക്കാരന്റെ ഫോട്ടോയും മറ്റ് വിവരങ്ങളും റോഷന്റെ ഫോണിലുണ്ടായിരുന്നു. ഇത് ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ എയർപോർട്ട് വിട്ടതായി മനസ്സിലായി. എയർപോർട്ട് ടാക്സിയിലായിരുന്നു ഇയാൾ സ്ഥലം വിട്ടത്. M5 ന്യൂസ്, മലപ്പുറം. ദേശീയ തലത്തിൽ നടത്തിയ മെമ്പർഷിപ്പ് ക്യാമ്പയിനും സംസ്ഥാന കമ്മിറ്റി രൂപവൽക്കരണവും പൂർത്തിയാക്കിയ ശേഷം മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ യോഗം മെയ് 15-ന് ചെന്നൈയിൽ അബു പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. പാർട്ടി സംഘടനാ ചരിത്രത്തിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ച ദേശീയ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഓൺലൈനായിട്ടാണ് നടന്നത്. മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ യോഗം മെയ് 15-ന് ചെന്നൈയിൽ അബു പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. ദേശീയതലത്തിൽ നടത്തിയ മെമ്പർഷിപ്പ് ക്യാമ്പയിനും സംസ്ഥാന കമ്മിറ്റി രൂപീകരണങ്ങളും പൂർത്തിയാക്കിയിരുന്നു. അടുത്ത മെമ്പർഷിപ്പ് കാലയളവ് വരെ പാർട്ടിയെ നയിക്കുന്ന ദേശീയ നേതൃത്വത്തെ കൗൺസിൽ തിരഞ്ഞെടുക്കും. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഫാസിസ്റ്റ് വാഴ്ചയ്ക്കെതിരായി മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ നടത്തുന്ന പോരാട്ടത്തിൽ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷ ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ അണിനിരത്തുന്നതിനുള്ള ശക്തമായ രാഷ്ട്രീയ പ്രചാരണ പരിപാടികൾക്ക് കൗൺസിൽ രൂപം നൽകുമെന്ന് പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. മെയ് 14 ചേരുന്ന ദേശീയ സെക്രട്ടേറിയറ്റ് പുതുതായി രൂപീകരിച്ച സംസ്ഥാന കമ്മിറ്റികൾക്ക് അംഗീകാരം നൽകും. മെയ് 15 വ്യാഴാഴ്ച രാവിലെ 10:30 ചേരുന്ന ദേശീയ കൗൺസിൽ മീറ്റ് ഉച്ചയ്ക്ക് 2 മണിയോടെ അവസാനിക്കും. പാർട്ടി ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ KM ഖാദർ മൊയ്തീൻ അധ്യക്ഷത വഹിക്കുന്ന ദേശീയ കൗൺസിൽ ദേശീയ രാഷ്ട്രീയകാര്യ സമിതി ചെയർമാൻ പാണക്കാട് സെയ്ദ് സാദിഖ് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സ്വാഗതം പറയും. ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP, ട്രഷറർ PV അബ്ദുൾ വഹാബ് MP, സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുസമദ് സമദാനി MP, കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം, കേരള നിയമസഭാ മുസ്ലിം ലീഗ് പാർട്ടി ഉപനേതാവ് ഡോക്ടർ MK മുനീർ, പാർട്ടി ചീഫ് വിപ്പ് KPN മജീദ്, തമിഴ്നാട് സംസ്ഥാന ജനറൽ സെക്രട്ടറി അബൂബക്കർ, നവാസ് ഗന്നി MP, ഹാരിസ് ബീരാൻ MP, ദേശീയ ഭാരവാഹികളായ ഖുർറം അനീസ് ഉമ്മർ, സിറാജ് ഇബ്രാഹിം സേഠ്, ദസ്താഗീർ ആഖ, നയീം അക്തർ, CK സുബൈർ എന്നിവർ പങ്കെടുക്കും. M5 ന്യൂസ്, മലപ്പുറം. 13-ാം വയസ്സിൽ 10 പശുക്കളെ മേയ്ക്കുകയാണ് കുട്ടി ക്ഷീരകർഷകനായ മലപ്പുറം വൈലത്തൂർ സ്വദേശി ബിൻഷാദ്. പാല് വിതരണം ചെയ്ത് തുടങ്ങിയ ബിൻഷാദ് ഇന്ന് പശുവിനെ മേയ്ക്കാനും കറക്കാനുമെല്ലാം വിദഗ്ധനാണ്. പുതുതലമുറയിലെ കുട്ടികൾക്ക് ഒരു മാതൃകയാണ് ബിൻഷാദ്. വല്യപ്പയുടെയും ഉപ്പയുടെയും ജീവിതചര്യ കണ്ട മോഹം തോന്നിയാണ് ജിൻഷാദ് എന്ന കൊച്ചുമിടുക്കൻ പശു വളർത്തലിലേക്ക് എത്തുന്നത്. വീടുകളിൽ പാല് കൊടുത്തു തുടങ്ങിയ ബിൻഷാദ് പതിയെ പശു വളർത്തലിന്റെ മറ്റു മേഖലകളിലേക്ക് കൂടി കടന്നു ചെല്ലുകയായിരുന്നു. രാവിലെ മദ്രസ വിട്ട് വന്നാൽ 7:30 പശുക്കളെ തൊഴുത്തിൽ നിന്നിറക്കി വെള്ളം കൊടുക്കുന്നതും പുറത്ത് മേയാൻ കൊണ്ട് കെട്ടുന്നതുമെല്ലാം ബിൻഷാദാണ്. വൈകുന്നേരം സ്കൂൾ വിട്ടു വന്ന ശേഷം പശുക്കളെ അഴിച്ചു കൊണ്ടുവന്ന പശുക്കളെ കറന്ന് തൊഴുത്തിലാക്കിയ ശേഷമാണ് ഉറക്കം. എൻ്റെ ആഗ്രഹം വെച്ചാൽ കളക്ടർ ആവാനാണ്, ഗ്രീൻ കളക്ടർ ആവാനാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ കുറേ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥരൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ വയൽ കുന്നൊക്കെ അടിച്ച് നികത്താണ്. അപ്പോൾ അതിന് പരിഹാരം ഞാൻ ഉദ്യോഗസ്ഥനായാൽ ഫസ്റ്റ് പ്രകൃതിനെ കുറിച്ച് ഇതാക്കും. അതുപോലെ ഇവിടെ ഒരു വയൽ നികത്തിന്ന് അതിൻ്റെ ഒപ്പം അത് പ്രതികരിക്കാൻ പോയിട്ട് എൻ്റെ ഒപ്പാനെ വണ്ടീൻ്റെ അടിയിൽ കഞ്ചാവ് കൊണ്ടു വെച്ചിട്ടുണ്ട്. ഞങ്ങളെ കുറേ കൊടുക്കാൻ നോക്കിക്കണേ. അപ്പോൾ അതാണ് എനിക്ക് വാശി കുടുങ്ങിയത്. എനിക്ക് കളക്ടർ ആവണം എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് ഒന്നും കൂടി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അത് നടത്തും, എൻ്റെ ആഗ്രഹം നടത്തും. എൻ്റെ ഒപ്പാനെ കുറേ കൊടുക്കാൻ നോക്കിക്കണേ. പിന്നെ അതേമാതിരി പോലീസ് സ്റ്റേഷൻ, ഇവിടെ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഒരു നടപടിയും നിർത്തിയിട്ടില്ല. പക്ഷേ ഞങ്ങൾ എക്സൈസ് കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അജയൻ സാറ്, അതേമാതിരി വേറെ AIC കോഴിക്കോട് AIC എല്ലാവരും അവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ കൽപ്പകഞ്ചേരി സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾ 4 ദിവസമാണ് ഞങ്ങൾ ഒഴിവാക്കി വിട്ടത്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ വയലിൽ മണ്ണിട്ടിട്ട് ഞങ്ങളത് എതിർത്തിട്ടാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ വണ്ടിയുടെ അടിയിൽ കഞ്ചാവ് കൊണ്ടുവച്ച് എൻ്റെ ഉപ്പാനെ പെടുത്താൻ നോക്കിയിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ നല്ല ഇത് കൊടുക്കും. ഇനി അങ്ങനെ സംഭവം ഒന്നും ഉണ്ടാവാനായിരിക്കില്ല. അതാണ് എൻ്റെ ആഗ്രഹം. വയലിൽ ഇനി നികത്താനും കുഞ്ഞു നികത്താനൊന്നും ഇനി ആയിരിക്കില്ല. അതാണ് എൻ്റെ ആഗ്രഹം മെയിൻ. 285 വീടുകളിൽ ബിൻഷാദ് പാൽ കൊടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും കണക്ക് കഥബുക്ക് എന്ന ആപ്പിൽ സൂക്ഷിക്കും. ഈ ആപ്പിൻ്റെ പ്രവർത്തനം യൂട്യൂബ് നോക്കി പഠിച്ചതാണ് ഈ മിടുക്കൻ. തൻ്റേതായ ലോകത്ത് കളിച്ചു നടക്കാനും ഇതിനിടയ്ക്ക് ബിൻഷാദ് സമയം കണ്ടെത്തുന്നുണ്ട്. പഠനത്തിൽ മിടുക്കനായ ബിൻഷാദിന് ആഗ്രഹം പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു ഹരിത കളക്ടർ. ബിൻഷാദിൻ്റെ ഉപ്പ സലീം ചെറുപ്പത്തിൽ തൻ്റെ പിതാവിനൊപ്പം പശു വളർത്തൽ ആരംഭിച്ച ഇന്ന് മികച്ച ഒരു ക്ഷീര കർഷകനാണ്. ഇതിലെന്ന് വെച്ചാൽ എൻ്റെ മക്കളെ
പിന്നെ ഭാര്യ, എൻ്റെ ഉമ്മ, എല്ലാവരും എല്ലാ കുടുംബങ്ങളും ഒന്നിച്ചാണ് ഇത് കൈകാര്യം ചെയ്ത് പോകുന്നത്. അല്ലാതെ ഈ സംഭവം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കാരണവശാലും കഴിയില്ല. പണിക്കാരെ വെച്ചുകൊണ്ട് ഈ ഫാം നടത്തി വിജയിക്കാമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. നമ്മളെല്ലാവരും ഇതിലിറങ്ങി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ 100% വിജയിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ പശുവിൻ്റെ അടുത്ത് നമ്മളെ കണ്ണും കൈയും ഉണ്ടാവണം, എന്നെങ്കിൽ ഇത് വിജയിച്ചു. നമ്മളൊരു പശു വാങ്ങിയിട്ടാണ്ട് ആരെങ്കിലും ഏൽപ്പിച്ച് പോയാൽ ഒരു കാരണവശാലും അത് വിജയിക്കില്ല. നമ്മൾ 24 മണിക്കൂർ നമ്മൾ ആ പശുവിനെ പരിചരിച്ച് അതിൻ്റെ പറ്റും നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുടുംബം പോറ്റാൻ വേറെ ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല. അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. എൻ്റെ മക്കളാണ് ഇത് പാല് നമ്മളില്ലാത്ത സമയത്തും എല്ലാ സമയത്തും നമ്മളെ സഹായിച്ചുകൊണ്ട് ഒപ്പം പാല് കറക്കാനും കൊണ്ട കൊടുക്കാനും. ബില്ലിങ് എന്ന് പറഞ്ഞാൽ അതാണ് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം 250 വീട് പാല് കൊടുക്കുന്ന സമയത്ത് വലിയ എഴുതി ഉണ്ടാക്കാൻ ഭയങ്കര പണി. ഓരോരോ പേര് ഇങ്ങനെ എഴുതി ഉണ്ടാക്കി നമുക്കതിനെ ആളെ പേരെന്നെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മോൻ എന്ത് ചെയ്ത് ഒരു ആപ്പ് ഇത് ചെയ്ത് ആ ആപ്പിൽ എല്ലാ മാസം 30 ആപ്പ് ഉപയോഗിച്ചിട്ട് ആണ് ബില്ലിങ്ങും കാര്യമൊക്കെ എൻ്റെ മോനാണ് ചെയ്യൽ. അവന് ഞാൻ അതിൻ്റെ ഒപ്പം നോക്കലേ ഇല്ല. ബില്ലിൻ്റെ കാര്യങ്ങളും ഫുള്ളും അവൻ ചെയ്യും. ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. എല്ലാ മാസം 30-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി ബില്ലിടും. ബില്ല് കൊടുത്താൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ അടിച്ചു വെക്കുകയും ചെയ്യും. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പാത പിന്തുടരുകയാണ് ഇന്ന് ബിൻഷാദും. വാളക്കുളം KHMSSൽ 9ാം ക്ലാസ്സിലേക്ക് പാസ്സായിരിക്കുകയാണ് ബിൻഷാദ്. M5 ന്യൂസ്, മലപ്പുറം. മലപ്പുറം വാഴക്കാട് ബസ് ഇടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം. വാഴക്കാട് സ്വദേശി ചീരക്കുന്നത്ത് ആലിയാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് അപകടം നടന്നത്. പരിക്കേറ്റ ആലിയെ നാട്ടുകാർ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവനന്തപുരം വിതുര ബോണക്കാട് സ്വദേശിനി ആനിമോൾ ഗിൽഡ ദുബായിൽ കൊല്ലപ്പെട്ടു. 26 വയസ്സായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിലേക്കുള്ള കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. പ്രതിയെ ദുബായ് എയർപോർട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. ദുബായിലെ കറാമയിൽ കഴിഞ്ഞ 4-നായിരുന്നു സംഭവം. ദുബായിൽ ഒരു കമ്പനിയിലെ ജീവനക്കാരിയായിരുന്നു ആനി. കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. സംസ്ഥാനത്ത് നെൽ കർഷകരെ സഹായിക്കാൻ സർക്കാർ ഏർപ്പെടുത്തിയ PRS വായ്പാ സംവിധാനം നിലച്ചിട്ട് 2 മാസം. രണ്ടാം വിളിയുടെ സംഭരണത്തിൽ 76.5 കോടിയാണ് കുടിശ്ശിക. വായ്പ ലഭ്യമാക്കാൻ സർക്കാർ ഉണ്ടാക്കിയ ധാരണയുടെ കാലാവധി അവസാനിച്ചെന്ന കാരണം പറഞ്ഞ് ബാങ്കുകൾ പിന്മാറിയതോടെയാണ് പ്രതിസന്ധി. കരാർ പുനരുജ്ജീവിപ്പിക്കാനുള്ള സർക്കാർ ശ്രമം എങ്ങുമെത്തിയില്ല. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി നിർമ്മിക്കുന്ന വീടുകളിൽ 10 വീടുകളുടെ ഫൗണ്ടേഷൻ നിർമ്മാണം പൂർത്തിയായി. ആകെ 410 വീടുകളാണ് എൽസ്റ്റോൺ എസ്റ്റേറ്റ് പുൽപ്പാറ ഡിവിഷനിൽ നിർമ്മിക്കുക. ഇതിനായി എൽസ്റ്റോൺ എസ്റ്റേറ്റിനെ 5 സോണുകളാക്കി തിരിച്ചാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. സോൺ 1ലാണ് നിലവിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. 99 വീടുകളാണ് സോൺ 1ൽ നിർമ്മിക്കുക. ഇതിൽ 60 വീടുകൾക്കുള്ള പ്ലോട്ടുകളും 8 വീടിനുള്ള ഫൂട്ടിങ്ങും ഒരുങ്ങിക്കഴിഞ്ഞതായി നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അധികൃതർ പറഞ്ഞു. മലപ്പുറം കോട്ടക്കുന്നിൽ ഇശൽ തേൻകണം പെയ്തിറങ്ങിയ രാവിൽ 10,000 എത്തി. കണ്ണൂർ ഷെരീഫും സംഘവും അവതരിപ്പിച്ച സംഗീത വിരുന്ന് പ്രൗഢഗംഭീരമായി. എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ 6ാം നാളാണ് ഇശലിന്റെ രാവ് സമ്മാനിച്ചത്. ഗാനങ്ങളുടെ ഇശൽ മഴ പെയ്തിറങ്ങിയപ്പോൾ സദസ്സ് ആനന്ദലഹരിയിലായി. മലപ്പുറം കോട്ടക്കുന്നിൽ ഇശൽ തേൻകണം പെയ്തിറങ്ങിയ രാവിൽ 10,000 എത്തി. കണ്ണൂർ ഷെരീഫും സംഘവും അവതരിപ്പിച്ച സംഗീത വിരുന്ന് പ്രൗഢഗംഭീരമായി. എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ 6ാം നാളാണ് ഇശലിൻ്റെ രാവ് സമ്മാനിച്ചത്. ഗാനങ്ങളുടെ ഇശൽ മഴ പെയ്തിറങ്ങിയപ്പോൾ സദസ്സ് ആനന്ദലഹരിയിലായി. ഫാസില ബാനു, ശ്യാം, കീർത്തി എന്നിവരും സംഗീത വിരുന്നിൽ അണിനിരന്നു. പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ മലയാളികൾ കോർത്തി മാപ്പിളപ്പാട്ട് കലാ ആസ്വാദകരുടെ മനം കവർന്നു. കണ്ണൂർ ഷെരീഫിൻ്റെയും സംഘത്തിൻ്റെയും പാട്ടിനൊപ്പം ശ്രോതാക്കളും ചേർന്നു പാടിയതോടെ ആവേശഗംഭീരമായി. തലമുറകൾ പാടി നടന്ന വിരഹത്തിൻ്റെയും ഏകാന്തതയുടെയും സ്പന്ദനമുള്ള ഗാനം പാടിയപ്പോൾ നിറഞ്ഞ കയ്യടിയാണ് സദസ്സ് നൽകിയത്. M5 ന്യൂസ്, മലപ്പുറം. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കാലവർഷം ഈ മാസം 27-ന് തീരം തൊട്ടേക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സാധാരണ ജൂൺ 1-ഓടെയാണ് കാലവർഷം എത്താറ്. മുൻപ് 2009-ലാണ് കേരളത്തിൽ നേരത്തെ എത്തിയത്. ജൂലൈ 8-ഓടെ രാജ്യം മുഴുവൻ കാലവർഷം എത്തും. കഴിഞ്ഞ വർഷം മെയ് 31-നായിരുന്നു കാലവർഷം തുടങ്ങിയത്. ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതിയ KPCC നേതൃത്വം ചുമതല ഏറ്റെടുത്തതിനു പിന്നാലെ കോൺഗ്രസ് അടിമുടി മാറ്റത്തിനൊരുങ്ങുന്നതായി സൂചന. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിലും നേതൃമാറ്റം ഉണ്ടാകാൻ സാധ്യത.
ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിലും നേതൃമാറ്റം ഉടനെ ഉണ്ടാകുമെന്ന വാർത്ത മാധ്യമ സൃഷ്ടിയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കോൺഗ്രസ് പുനഃസംഘടനയിൽ ഹൈക്കമാൻഡ് തീരുമാനത്തിനൊപ്പമെന്ന് K മുരളീധരൻ. തന്റെ തീരുമാനത്തിന് മേൽ വാശി പിടിക്കുന്നില്ലെന്നും K മുരളീധരൻ M5 ന്യൂസിനോട് പറഞ്ഞു. അതേസമയം നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും മുരളീധരൻ. പൊള്ളാച്ചി കൂട്ടബലാത്സംഗ അതിക്രമ കേസിൽ കുറ്റക്കാരായ 9 പ്രതികൾക്കും ജീവിതാവസാനം വരെ ജീവപര്യന്തം ശിക്ഷ. 8 പരാതിക്കാർക്കായി 85 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും വിചാരണ കോടതി വിധിച്ചു. ദേശീയ തലത്തിൽ നടത്തിയ മെമ്പർഷിപ്പ് ക്യാമ്പയിനും സംസ്ഥാന കമ്മിറ്റി രൂപവൽക്കരണവും പൂർത്തിയാക്കിയ ശേഷം മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ യോഗം മെയ് 15-ന് ചെന്നൈയിൽ നടക്കും. പാർട്ടി സംഘടനാ ചരിത്രത്തിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ച ദേശീയ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഓൺലൈനായിട്ടാണ് നടന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.